വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വെള്ളിയാഴ്ചയിലെ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു. നേരത്തോടെ എണീറ്റു. എല്ലാ ദിവസവും നേരത്തെ എണീക്കുന്ന കാരണം ആ ഒരു ടൈമിൽ തന്നെ ഇന്ന് വെള്ളിയാഴ്ച എപ്പോഴും ഉറങ്ങാമെന്ന് വിചാരിച്ചു കുറേ നേരം, പക്ഷെ ആയിരിക്കും പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗുഡ് മോർണിംഗ്. എനിക്ക് മുമ്പേ 2 പേരും ഇവിടെ എണീറ്റിട്ടുണ്ട്. നോക്കട്ടെ എന്താ ചെയ്യുന്നത്. എവിടെ കളിക്കുകയാണ് 2 പേരും രാവിലെ തന്നെ എണീറ്റിട്ട്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതൊക്കെ വില്ലകളാണ്. നമ്മൾ മാത്രമാണ് ഇവിടെ ഒരു ഫ്ലാറ്റൊക്കെ ഉള്ളത്. കൂപ്പർ പൂച്ചയുണ്ടോ നോക്കിയേ. അപ്പോൾ പുള്ളിയുടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്തേലും ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട്. ഇവിടെ വന്ന ഫുള്ള് കാര്യങ്ങൾ കാണാൻ പറ്റുമല്ലോ റോട്ടിലേക്കൊക്കെ. എപ്പോഴും ഇവിടെ വന്ന് നോക്കണം എന്തേലും ഉണ്ടോ എന്നുള്ളത്. കൂപ്പർ പൂച്ചനെ കണ്ട പൂച്ച എവിടെ? പൂച്ച നോക്കിക്കേ, പൂച്ച ഉണ്ടോ നോക്കിക്കേ. ബാ ആര് വരുന്ന നോക്കിയേ. നോക്കിയൊക്കെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല അല്ലേ? വാ പോരെ. ഞാനൊരു തുളസി വെച്ചിട്ടുണ്ട്. ഈ ഒരു എണ്ണം മാത്രം നല്ലപോലെ വന്നിട്ടുണ്ട്. എൻ്റെ കൂപ്പറിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചെടിക്ക് വെള്ളം ഒഴിക്കാന്നുള്ളത്. വെള്ളം ഒഴിക്കാം. മാറി നിൽക്ക്. നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് ചെറിയൊരു ബാൽക്കണി ഭയങ്കര ഭംഗിയാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഒരു വാറ് വന്നത്. അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആയി. രാവിലെ ഭയങ്കര വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. ഈ റൂമിലെ വിൻഡോസും കൂടെ ഒന്ന് തുറന്നിടാം. ഇനി നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു നോക്കട്ടെ. കാരണം നമുക്ക് ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിൽ മുഴുവൻ ഇതേപോലെ എന്തെങ്കിലും ഓട്സോ സ്മൂത്തീസോ അങ്ങനെ എന്തെങ്കിലും വേണം കഴിക്കുക. ഒന്ന് എൻ്റെ എളുപ്പപ്പണിക്കും, 2 നമ്മളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ പേരിലും. പക്ഷേ വെള്ളിയാഴ്ച നമുക്കൊരു ചീറ്റ് ഡേ ആണ്. വെള്ളിയാഴ്ച പക്ക ചീറ്റ് ഡേ ആണ് ഞങ്ങൾ എടുക്കാറ്. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ ദോശയോ വെള്ളയപ്പോ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്സ് ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എന്താ വേണ്ടതെന്ന് അറിയില്ല. ലാസ്റ്റ് ഫ്രൈഡേ ഞാൻ പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഇന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു നോക്കണം. എന്നിട്ട് എന്താ വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റിന്ന്? എളുപ്പമുള്ളത് പറഞ്ഞോളൂ. പൂരിയും ചിക്കൻ കറിയോ? കുഴപ്പമില്ല, ഉണ്ടാക്കാം. ടൈമുണ്ട്. ഞാൻ ഉണ്ടാക്കാം. ഫ്രൈഡേ ഞാൻ കിച്ചണിലൊക്കെ കയറുമ്പോൾ സമാധാനം പോലെ പണിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ സ്പീക്കറിൽ കുറച്ച് പാട്ടൊക്കെ വെച്ച് കേട്ട് സാവധാനമാണ് പണിയൊക്കെ എടുക്കാറ്. നമുക്ക് ഫ്രൈഡേ ചായ മുഖ്യമാണ്. എന്നും ഞങ്ങൾ ചായ കുടിക്കലൊന്നുമില്ല. അപ്പം നല്ലൊരു ചായയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ ശ്രീകുട്ടൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ചിക്കൻ കറിയൊക്കെ മതിയെന്ന്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിലെ കാര്യം, ഓൾറെഡി ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ലെഫ്റ്റ് ഓവർ ഉണ്ട് ഫ്രിഡ്ജിൽ. അതെടുത്തൊന്ന് ചൂടാക്കണം. പിന്നെ പൂരിയുടെ കാര്യം, നോർമൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുഴച്ച് പരത്തിയിട്ടൊക്കെ പ്രോപ്പറായിട്ടുള്ള പൂരിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ നമ്മളിപ്പോൾ റെഡി കുക്ക് ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പൂരിയാക്കാൻ പോകുന്നത്.
പെട്ടെന്ന് പണി കഴിയും. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ടുപിടിച്ച മെത്തേഡാണ്. നല്ല അടിപൊളി പൂരിയായിട്ടും കിട്ടും, അധികം പണിയെടുക്കും വേണ്ട. സോ 10 മിനിറ്റിൽ ചായയും കറിയും പൂരിയും ഒക്കെ റെഡി. അങ്ങനെ ഒരു ക്യുക്കായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയും കൂടി എണീറ്റു കേട്ടോ. അപ്പോൾ പിന്നെ പ്രോപ്പർ ഡെയിലി ജോബിന് പോകുന്ന ടൈമിൽ തന്നെയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 7:45 ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 8 മണി 8:15 ഉള്ളിൽ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കി തീരും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ദേ ചായ അപ്പുറത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചായ വെക്കുന്നുണ്ട് കേട്ടോ. ഒരാളവിടെ എന്തോ പറയുന്നുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പം കേൾപ്പിച്ചു തരാം, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്താ ചേട്ടാ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ചായ എന്നാ കേട്ടില്ല ശരിക്ക്, കേൾക്കണില്ലേ? ഓർക്ക പറയ്. അങ്ങനെ രാവിലെ തന്നെ ഒരാളിരുന്ന് ഗെയിം കളിക്കാണ്. കണ്ടോ, ഭയങ്കര നന്നായിട്ട് വരും പൂരി ഇങ്ങനെ കട്ട് ചെയ്ത് പൊരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചിലപ്പോൾ എനിക്ക് ഈവനിങ് ഷിഫ്റ്റൊക്കെ ഉള്ള ദിവസം വൈകുന്നേരം വന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറയുന്നത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യാഴാഴ്ച തലേ ദിവസം ഞാൻ ഒരു പാക്കറ്റ് റെഡി ക്യൂക്ക് ചപ്പാത്തി വാങ്ങിച്ചത്. അത് കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപകാരമായി. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പുട്ടോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ ചിക്കൻ ലെഫ്റ്റ് ഓവർ ഇരിക്കേണ്ടെന്ന് അതെടുത്തൊന്ന് ചൂടാക്കാം. എന്നിട്ട് ക്യുക്കായിട്ട് നമുക്കൊരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. പിന്നെ ശ്രീകുട്ടന് കുറേ വെള്ളിയാഴ്ചകളിലൊക്കെ ജോലി ഉണ്ടാവാറുണ്ട്. നമ്മൾ വല്ലപ്പോഴുമാണ് ഈ വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടണത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് പറഞ്ഞ കാരണം ഞാൻ വീട്ടിലൊന്നും വെച്ചില്ല. എനിക്ക് നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു വെള്ളിയാഴ്ച ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കൂപ്പറിന് ഫുഡ് കൊടുത്തു. കൂപ്പറിന് വെള്ളിയാഴ്ച വ്രതമാണ്. ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. പിന്നെ ഞങ്ങളവിടെ ഇല്ലാതിരിക്കണം, അവൻ്റെ റുട്ടീൻ പക്ക അവനാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഇത് ഉറക്കം വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന കാരണം ഇനി ഞങ്ങളെങ്ങാനും അവനെ കൊണ്ടുപോകാതെ എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ വെച്ചിട്ടുള്ളൊരിതാണ്. കണ്ടോ, ബാക്കിൽ കിടക്കുന്നുണ്ട് അവിടെ. പിന്നെ എല്ലാ ഫ്രൈഡേയും കൂപ്പറിനെ കുളിപ്പിക്കും കേട്ടോ. ആ കുളിപ്പിക്കുന്ന ഡ്യൂട്ടി ശ്രീകുട്ടനാണ്. ആളിരുന്ന് കുളിക്കുകയാണ്. അവൻ കുളിച്ച് കഴിഞ്ഞാലുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുളിയൊക്കെ കഴിഞ്ഞ സന്തോഷമാണ് കേട്ടോ അത്. വായോ തായോ. കുളി കഴിഞ്ഞ് എങ്ങനെയാണ് കൂപ്പർ? സോംബി മോഡാണ്. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. തായോ, എനിക്ക് തായോ, ടോയ് തായോ. ബോൾ എടുത്തിട്ട് വാ, ബോള്. കൂപ്പർ വാ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി നേരെ ഇനി ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. മീനിൻ്റെ വിചാരണമൊക്കെ വരും. അപ്പോൾ റെഡി ആയിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് വരാം. അപ്പോൾ പോയി റെഡി ആവട്ടെ. ബൈ. റെഡി ആയിട്ട് ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫിലിമിനൊക്കെ പോയിട്ട് വരാം. കേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി. നിവിൻ ചേട്ടനും മീനും വരും. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെയാണോ നടക്കാമെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഫിലിമിന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൂപ്പറിനെ നിർത്തിയിട്ട് പോരുമ്പോൾ ഭയങ്കര വിഷമാണ്. പക്ഷെ ഒരു പകല് സമയമായ കാരണം അവൻ്റെ റുട്ടീൻ കിടന്നുറങ്ങാന്നുള്ളതാണ്. ഫുൾ ടൈം കിടന്നുറങ്ങും. അപ്പം നമ്മൾ വൈകിട്ടാകുമ്പോഴത്തേനും വീട്ടിലെത്തും. നമ്മളിവരെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ പുറത്ത്, അതും പറയണല്ലോ. നമ്മളെങ്ങനെ പോണ്? പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വരുമോ? ഞങ്ങൾ പിന്നെ അവരെയും പിക്ക് ചെയ്തിട്ട് പറഞ്ഞ പോലെ നേരെ മുക്തയിലേക്കാണ് പോയത് ടിക്കറ്റ് എടുക്കാനായിട്ട്. ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് നമുക്ക് 3:30 ഷോയും 5:30 ഷോയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5:30 ഷോയാണ് എടുത്തത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എത്താൻ നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഭരണിയിലേക്ക് പോയില്ലോ, ഉമലസത്ത്. കുറേ നാളായി അവിടെ പോയി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി മതി. ഞാനും മീനും ചിക്കൻ ബിരിയാണി, അവർ രണ്ടുപേരും മട്ടൻ, ബീഫ് ബിരിയാണി, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പക്ഷെ എല്ലാവരും ബിരിയാണി ആയിരുന്നു.
കുറച്ച് കഴിയുമ്പോഴേക്കും ഫുഡൊക്കെ വന്നു. നല്ല വിശന്നിരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാവരും നല്ല പോളിംഗ് ആയിരുന്നു. വേഗം എല്ലാവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു സംസാരിച്ചു, കുറേ കോമഡിയൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ. അങ്ങനെ പിന്നെ ഫുഡ് അടി കഴിഞ്ഞ് നേരെ ഞങ്ങൾ ദാനാമാളിലേക്ക് പോയി. കുറേ നാളായി ദാനാമാളിൽ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങണം. പിന്നെ അവിടെ ഒരു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്, അവിടേക്ക് ഒന്ന് വെറുതെ പോയി കളക്ഷൻസൊക്കെ നോക്കണം എന്ന് വിചാരിച്ചിട്ട്. അതൊന്നും എനിക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം ദാനാമാളിലൊക്കെ കറങ്ങി, അവിടെയൊക്കെ പോയി, ജ്വല്ലറിയിലൊക്കെ പോയി, കുറേ കളക്ഷൻസൊക്കെ കണ്ടു. പിന്നെ നേരെ തിരിച്ച് വീണ്ടും മുക്തയിലെത്തിയിട്ടാണ്. ഫിലിം തുടങ്ങാനായിട്ട് കുറച്ച് ടൈമും കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഫിലിമിന് കയറി. അടിപൊളി പടല്ലേ? ചേട്ടന് ഇഷ്ടപ്പെട്ട പടം? മൂന്നര ഷോയ്ക്ക് കയറണമെന്ന് വിചാരിച്ചിട്ട് 5:30 ഷോയുടെ ടിക്കറ്റാണ് കിട്ടിയത്. പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഒരു 8:30 ഒക്കെ ആയിരുന്നു. പിന്നെ അവരെയും ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. കാരണം ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ. കൂപ്പർ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ അവനെ ഇട്ടേച്ചും പോയതാണെന്ന്. നേരെ വീട്ടിലെത്തിയപ്പോൾ അതേ കണ്ടില്ലേ, കുറേ നേരം കാണാത്തതിൻ്റെ സ്നേഹവും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എന്തൊക്കെയാണുള്ളതെന്ന് അറിയില്ല. കുറേ നേരം ശ്രീകുട്ടൻ്റെ അടുത്ത്, പിന്നെ എൻ്റെ അടുത്ത് വരും, പിന്നെ ചേട്ടൻ്റെ അടുത്ത് പോവും, പിന്നെ എൻ്റെ അടുത്ത് വരും. ഇതന്നെ. ഇതിപ്പോൾ നമ്മൾ ഒരു കടയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും പ്യുവറാണ്. പിന്നെ അവന് എത്ര നമ്മളെ കണ്ടിട്ടും ഫസ്റ്റ് കാണുന്ന പോലെയായിരുന്നു, എത്ര ഇതായിട്ടും ഇത് മാറുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ഒരു സ്നേഹപ്രകടനം. നമ്മൾ രാവിലെ പോയതാണ് ഇവിടെ നിന്ന്. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. ഇപ്പം നമ്മൾ വീട്ടിലെത്തി, കൂപ്പറിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, നാളെ ഡ്യൂട്ടിക്ക് പോകണം. ഇപ്രാവശ്യത്തെ ഒരു ഫ്രൈഡേ ഹോളിഡേ അടിച്ചു പൊളിച്ചു. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിരടി മൂവി, അടിപൊളി പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി പടം. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഒരേ വൈബായിരുന്നു പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, കൂടെ വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബേസിൽ, അതുപോലെ ടൊവിനോ, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് അതിൽ. ഇത്രയും നാൾ കണ്ടതിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ നല്ലൊരു അടിപൊളി പടമാണ്. അപ്പം അത്രയൊക്കെയുള്ള ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.